വൈകിട്ട് ദിലീപ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പടത്തിന്റെ ഒരു ഓഡിയോ ലോഞ്ച് ചടങ്ങുണ്ട്, 6:30 മണിക്കാണ്. ഒന്നും ആലോചിക്കാണ്ടായിരുന്നില്ല, അവിടെ തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ അവിടെ എത്തിയിരിക്കും, ഉറപ്പായിട്ട് എത്തിയിരിക്കുന്നു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ചത് ഒരു ചെറിയ ഫാമിലി ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 7 മണിക്കായിരുന്നു, ഞാൻ 8 മണിക്കത്തേക്ക് മാറ്റി. അങ്ങനെ പുറപ്പെടാൻ വേണ്ടി പെട്ടെന്നൊരു ചെറിയ ആലോചന മനസ്സിലൊരു ഡൗട്ട് വന്നു ദിലീപ്. വേറെ നല്ല ചടങ്ങിന് വരികയാണ്, തീർച്ചയായിട്ടും അതിന് വന്ന് പങ്കെടുക്കുമ്പോൾ അങ്ങനെ ആ പടത്തിന് വേണ്ടിയിട്ട്, ആ പടത്തിന്റെ വലിയ വിജയത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നൊരു മര്യാദ ഉണ്ട്. പക്ഷെ അവിടെയാണ് പ്രശ്നം. ഈ പ്രാർത്ഥനയിൽ നമുക്ക് പ്രാർത്ഥന കാണിക്കാൻ പറ്റില്ലല്ലോ. 26-ാം തീയതിയാണ് ഈ പടം റിലീസ് ചെയ്യുന്നത്, 3-ാം തീയതി എന്റെ മകന്റെ പടം നടികൾ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് കുഴപ്പമാവൂ ടെൻഷൻ കുറച്ചെടുത്തൊക്കെ ഉണ്ടായി. പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോ ഓടുന്ന പടങ്ങൾ, നല്ല പടങ്ങളൊക്കെ വരുമ്പോഴാണ് തിയേറ്ററിലേക്ക് ആളുകൾക്ക് വരാനുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ടാകുന്നത്. ഇപ്പൊ തന്നെ നമുക്ക് മലയാള സിനിമയുടെ പുഷ്കര കാലഘട്ടം എന്ന് തന്നെ പറയാം. സിനിമകൾ ധൈര്യമായിട്ട് തിയേറ്ററിലേക്ക് വിടാം, തിയേറ്ററിലേക്ക് ആളുകൾ വരാൻ കൊതിക്കുകയാണ്. ഒരു സിനിമ കണ്ടിട്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ അടുത്ത സിനിമ കാണാനുള്ള ആഗ്രഹത്തിലേക്ക് ആളുകൾക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ വളരെ നല്ലൊരു സീസണിലാണ് വന്ന് നിൽക്കുന്നത്. എല്ലാ ഐശ്വര്യങ്ങളും പങ്കുണ്ടാകട്ടെ. കെയർടേക്കർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാവർക്കും വേണ്ട ആളാണ് കെയർടേക്കർ. എന്നാൽ എല്ലാ കുറ്റങ്ങളും കേൾക്കേണ്ടി വരുന്ന ഒരാളുമാണ് കെയർടേക്കർ. ഒരു പടത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കതിന്റെ സ്വഭാവവും അതിന്റെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വശവും കാണാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ആ പടത്തിന്റെ വിജയത്തിന്റെ ആദ്യ പടി കയറി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കലാണ്. എല്ലാ ഐശ്വര്യങ്ങളും വിനീതിനും ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് പുതിയതായിട്ട് തുടങ്ങുന്ന ഫിയോക്ക് എന്ന് പറയുന്ന ഈ വിതരണ കമ്പനിക്കും എല്ലാ ആശംസകളും പ്രാർത്ഥനകളും നന്മകളും നേരുന്നു. താങ്ക് യു വെരി മച്ച്. ദിലീപേട്ടനെക്കാട്ടി കൂടുതൽ സീനുള്ള ഒരു സിനിമയായിരുന്നു പാപ്പിയ പച്ച എന്ന സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത്. അത് വലിയ ഭാഗ്യമായിരുന്നു. പിന്നീട് ഞാൻ ചാൻസ് ചോദിക്കാൻ നിന്നിട്ടില്ല, കാരണം പിന്നെ ചാൻസ് ചോദിക്കേണ്ട കാര്യമില്ല. അത്രയ്ക്കും വലിയ വേഷം തന്ന ഒരാളല്ല പുള്ളിനോട്. പിന്നെ ഇനി വേണ്ടാത്ത രീതിയിൽ സിനിമ വേണ്ട, എന്നാലും വീണ്ടും സിനിമകൾ എനിക്ക് തന്നു. കുറേ നാള് സിനിമകൾ വിളിച്ചില്ല. പിന്നെ വിളിക്കുന്നത് പവിയിലേക്കാണ്. പവിയിലേക്ക് ചെറുതാണെങ്കിലും ഒരു വലിയ വേഷം തന്ന് വീണ്ടും വിളിച്ചു. അത് വലിയ സന്തോഷമായി. വിനീത് കുമാർ, എനിക്ക് തോന്നുന്നു ദിലീപേട്ടനെക്കാട്ടും മുമ്പ് സിനിമയിൽ വന്നാണ് വിനീത് കുമാർ എന്ന് തോന്നുന്നു. രാജേഷ് രാഘവൻ വളരെ ജീവിതഗന്ധിയായിട്ടുള്ള സിനിമകണ്ട് രചന നിർവഹിച്ച ഒരാളാണ്. എന്നെ സിനിമയിലേക്ക് വിളിക്കുമ്പോൾ ദിലീപേട്ടനോട് പലരും പറഞ്ഞു, ഈ ചെറുക്കന സിനിമയിൽ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ, അലിശ്രേശവനെ സലികുമാറിനെ ആരെങ്കിലും വെച്ചാൽ പോരെന്ന് ചോദിച്ചു. പക്ഷെ അന്ന് ദിലീപേട്ടനും ദിലീപേട്ടൻ്റെ അനിയനും നമ്മുടെ വ്യാസൻ ഇടവനക്കാടും റോഷൻ ചുറ്റൂരും ഒക്കെയാണ് ദിലീപേട്ടനോട് കൂടുതൽ പറഞ്ഞതും. ദിലീപേട്ടനും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ സിനിമയിൽ നിൽക്കുന്നത്. അത്രയും എതിർ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഞാൻ സിനിമയിൽ ദിലീപേട്ടൻ്റെ കൂടെ വരുമ്പോൾ ദിലീപേട്ടൻ്റെ അന്ന് കൂട്ടുകെട്ട് വേറെ ആയിരുന്നു. ഞാനന്ന് വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദിലീപേട്ടൻ എന്നെ കൈവിട്ടില്ല. അതുകൊണ്ട് ദിലീപേട്ടനെ ഞാനൊരിക്കലും കൈവിടില്ല. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എന്നെ മരണം വരെ കൈവിടില്ലാത്ത ഒരാളാണ്. അദ്ദേഹം നിർമ്മിക്കുന്നൊരു സിനിമ, അദ്ദേഹം അഭിനയിക്കുന്നൊരു സിനിമ, അദ്ദേഹത്തിൻ്റെ അനിയൻ ഉൾപ്പെടുന്നൊരു സിനിമ, വിനീത് കുമാർ സംവിധാനം ചെയ്തൊരു സിനിമ, രാജേഷ് രാഘവൻ എഴുതുന്നൊരു സിനിമ, എല്ലാവരും ഞങ്ങളുടെ ഒരു ടീമാണ് ഇതിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് വ്യാസചേട്ടനുണ്ട്, റോഷൻചേട്ടനുണ്ട്. ഈ സിനിമ ഒരിക്കലും പിന്നോട്ട് പോകില്ല എന്നൊരഭിപ്രായം എനിക്കുണ്ട്. ഞാൻ വളരെ കുറച്ച് സീനുകളിലാണ് അഭിനയിച്ചേക്കുന്നതെങ്കിലും അഭിനയിച്ചപ്പോൾ മനസ്സിലായി വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമയായിട്ട് ഇത് വരും. ഇത് വലിയ വിജയമായിട്ട് മാറാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സിനിമയ്ക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും നേരുന്നു. വേറൊന്നും പറയാനില്ല. ദിലീപേട്ട